ഇതിൻ്റെ രുചി അറിഞ്ഞാണ്ടല്ലോ വീണ്ടും 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 എന്തായാലും വെക്കുമെന്ന് ഉറപ്പാണ്. നല്ല അടിപൊളി പഴുത്ത പൈനാപ്പിൾ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, കിച്ചടിയാണ് വെക്കാൻ പോകുന്നത്. അതും നല്ല സദ്യ സ്റ്റൈൽ കിച്ചടി. നല്ല അടിപൊളിയാണ് കേട്ടോ ടേസ്റ്റ്. അപ്പം നമ്മൾ പഴുത്ത പൈനാപ്പിൾ കൊത്തി എരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളകും ഉപ്പും ചേർത്ത് വെള്ളം ഒഴിക്കാതെ നമ്മളിതിനെ അടച്ചു വെച്ച് വേവിക്കണം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞത് പൈനാപ്പിളിൽ നിന്ന് വേവുമ്പോൾ ഇതുപോലെ വെള്ളം ഇറങ്ങും കേട്ടോ. ഇനി ഇതൊന്ന് വേവട്ടെ, നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തേങ്ങയും അതുപോലെ തന്നെ കടുകുമാണ് ആവശ്യമായിട്ടുള്ളത്. ഇത് രണ്ടും കൂടെ വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ വെന്ത് വന്നിരിക്കുന്ന നമ്മുടെ പൈനാപ്പിളിൻ്റെ കൂട്ടിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് തിളപ്പിക്കുക. ഇത് നന്നായിട്ട് അരപ്പ് നന്നായിട്ട് തിളച്ച് വെന്ത് കഴിയുമ്പോഴത്തേക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ശേഷം നല്ല തൈര് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് പുളി ഉള്ളതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കാം. അല്ല, പുളി ഇല്ലാത്ത തൈരാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതാണെങ്കിലും ചേർത്ത് കൊടുക്കാം. പക്ഷെ കുറച്ച് പുളി നിൽക്കുന്നതാണ് കേട്ടോ ഇതിന് ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയുള്ള പരിപാടി കഴിഞ്ഞു. ഇനി ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും കുറച്ച് കടുകും കൂടെ തളിച്ച് വയ്ക്കാം. അപ്പോൾ നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതിൻ്റെ മുകളിലൂടെ തളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സദ്യ സ്റ്റൈൽ കിച്ചടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ടാറ്റാ.